നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ തുറക്കുകയാണ്. ഉത്സാഹഭരിതരായി ഉല്ലാസത്തോടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. പഠനം പാൽപ്പായസമാവണമെന്നാണ് സങ്കല്പം. പക്ഷേ യാന്ത്രികമായൊരു ചുറ്റുപാടിലാണ് കുട്ടികളുടെ പഠനരീതി ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ന് ബഹുമുഖ പ്രതിഭയായ സത്കലാ വിജയനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം വരകളും വരികളുമൊക്കെയായി കുട്ടികളുടെ പഠനരീതി മലയാള തനിമയോട് ചേർത്ത് നിർത്താൻ അശ്രാന്തമായ പരിശീലനം നടത്തുകയാണ്. നിരവധി കലാ അരങ്ങുകൾ, വാദ്യോപകരണങ്ങൾ, വളരെ രസകരമായൊരു പഠനരീതി, പഠന ചട്ടക്കൂട് മലയാളത്തിന് സമ്മാനിക്കുകയാണ് അദ്ദേഹം തൻ്റേതായ രീതിയിൽ. ആ കാഴ്ചകളാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ ആദ്യം. കുട്ടികൾ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ക്ലാസ് മുറികളിലേക്ക് എത്തുകയാണ്. നമ്മുടെ മിക്കവാറും ക്ലാസ് മുറികൾ സിലബസ് അടിസ്ഥാനത്തിൽ മാത്രം നിർവചിക്കപ്പെട്ടതിനാൽ വസ്തുതകൾ മനഃപ്പാടമാക്കുന്നതിൻ്റെ കള്ളിയിൽ കുട്ടികളുടെ മിടുക്ക് കുടുങ്ങിക്കിടക്കുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെന്ന് പറയുമ്പോൾ ഈ ഉണങ്ങിക്കിടന്ന വയലേലകളും പറമ്പുകളും മ്യാൽക്കണ്ടങ്ങളും അവിടെയൊക്കെ കുട്ടികൾ ഓടിച്ചാടി കളിച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം പോയി. ഇന്ന് പുസ്തകങ്ങളിൽ വായിച്ചറിയുന്നുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും മലയാള ഭാഷയെ കുട്ടികൾ പാടെ മറന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഏറ്റവും നിസ്സാരമായിട്ട് ഈ മിനിങ്ങാവുന്നൊരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമാണ്, മുമ്പേ പോയാനേടെ പുറകിട്ടുണ്ടാന, പുറകെ പോയാനേടെ മുമ്പിട്ടുണ്ടാന, ആകെ മൊത്തം ടോട്ടൽ എത്ര ആന എന്ന് ചോദിച്ചിട്ട് കുട്ടികൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയില്ല. അപ്പോൾ ചിലർ 6 ആന 8 ആനയൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ പിന്നെ ഈ നാടൻ പാട്ടുകളും താളങ്ങളും താളവാദ്യങ്ങളും ഇതൊന്നും കുട്ടികൾക്ക് അന്യം നിന്ന് പോയിരിക്കുകയാണ്. താറാവിന് 2 കാലുണ്ട്, ശരിയാ. താറാവ് ഒറ്റക്കാലം നിൽക്കണ എപ്പോഴാണെന്നറിയാമോ? രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം താറാവിന് ഒരു മയക്കമുണ്ട്. ഉയർന്ന മത്സരാധിഷ്ഠിത പരീക്ഷകൾക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രക്രിയയായി വിദ്യാഭ്യാസം മാറിയപ്പോൾ ജൈവികമായ അതിൻ്റെ സത്തയ്ക്ക് പരിക്കുപറ്റുന്നു. അതിനുള്ള മറുമരുന്ന് കൂടി തേടുകയാണ് ബഹുമുഖ പ്രതിഭയായ സത്കലാ വിജയൻ. പാഠ്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുന്നത് നെല്ല്, അത് പിന്നെ കണ്ടം കിളയ്ക്കൽ, അത് കാളപൂട്ടൽ, ഞവരി അടിക്കൽ, വിത്ത് വിതയ്ക്കൽ, അത് ഞാറ് പറിക്കൽ, ഞാറ് കുത്തൽ, അതുപോലെ തന്നെ വിളവെടുത്ത് കൊയ്യുന്നത്, കൊയ്ത് മെതിച്ച് കളങ്ങളിൽ കൊണ്ടുപോയി കൊയ്ത് മെതിക്കുന്നത്, ഇതൊന്നും കുട്ടികൾക്കറിയില്ല. ഇതെല്ലാം നെല്ല് എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ധാന്യമാണെന്നാണ്. ബാല്യത്തിലെൻ്റെ സഖിമാരുമൊന്നിച്ചു കാലികൾ മേച്ചു നടന്ന കാലം, ബാല്യത്തിലെൻ്റെ സഖിമാരുമൊന്നിച്ചു കാലികൾ മേച്ചു നടന്ന കാലം, ഉൾക്കൊടി തുമ്പിൽ തിളങ്ങുന്ന മഞ്ഞിൻ കണങ്ങളിൽ തട്ടിക്കളിച്ച കാലം, ചെത്തിയും കൊങ്ങിണി നീല കദളിയും പൂത്തുലഞ്ഞാടും വസന്തകാലം, ചാക്കുതൂങ്ങും കാളവണ്ടികൾ വഴിനീളെ പോക്കു കണ്ടോടി തളർന്ന കാലം, ഇനിയുള്ള ജീവിതം ശാശ്വതമാകുവാൻ കഴിയുമോ കാലമേ നവ്യപ്രപഞ്ചമേ. ഇവിടെ അടുത്ത തുരുത്തിക്കര എന്ന് പറയുന്ന അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്കൂളിൽ പോയി. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ തലച്ചുമടായിട്ട് പുസ്തകം ചുവന്നുകൊണ്ട് പോയി സ്കൂളിൽ പോയി ഷർട്ടും നിക്കറുമൊക്കെ പിഴിഞ്ഞ് ക്ലാസ്സിൽ പോയി ഇരുന്നിട്ടുണ്ട്. തോർത്താനൊന്നും വന്ന് തോർത്തൊന്നുമില്ല, ആകെ ഒരു തോർത്തുള്ള എല്ലാവർക്കും കൂടിയായിട്ട്. അപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഭക്ഷണം കഴിച്ച് വീട്ടുപടിക്കൽ വരുന്ന വണ്ടിയിൽ യാത്ര ചെയ്ത് പഠിച്ച് തിരിച്ച് വീട്ടിൽ വരുന്നു. യാതൊരു ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ വിദ്യാലയത്തിൽ ആ ക്ലാസ് മുറിയിലെ കുട്ടികളുമായിട്ടല്ലാതെ യാതൊരു വിധ സമ്പർക്കവും ആർക്കുമില്ല. പലപ്പോഴും സ്വന്തം വേരുകൾ, പരിസ്ഥിതി, മാതൃഭാഷ, തലമുറകളുടെ ജീവിതാനുഭവത്തിൻ്റെ സമ്പന്നമായ ചരിത്രം ഇവയെല്ലാം ക്ലാസ് മുറികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. മറയുന്ന വാക്കുകളെയും താളങ്ങളെയും കൗതുകകരമായ കലാഭിരുചി വഴി പുതുതലമുറയിലേക്ക് പകരുകയാണ് ഈ റിട്ടയേർഡ് ചിത്രകലാധ്യാപകൻ. മലയാള സ്വരാക്ഷരങ്ങൾ ഇവിടെ വരികളും വരകളായി മാറുന്നു. നാടൻ പാട്ടുകളിലൂടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വരാക്ഷരങ്ങൾ, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സ്വരാക്ഷരങ്ങൾ അറിയില്ല. അപ്പോൾ ഞാനത് പാടിക്കൊടുക്കും.
സ്വരങ്ങളാദ്യാക്ഷരമെഴുതുമ്പോൾ അമ്മയെ ഓർക്കേണം. സ്വരങ്ങളാദ്യാക്ഷരമെഴുതുമ്പോൾ അമ്മയെ ഓർക്കേണം. ആയെന്നൊരക്ഷരമുണ്ടേ ആചാര്യനെ വന്ദിക്കേണം. ഈ എന്നക്ഷരമെഴുതുമ്പോൾ ഇണങ്ങിടേണം നാമെല്ലാം. ഈ നീട്ടി എഴുതുമ്പോൾ ഈശനെ ധ്യാനിച്ചിടേണം. ഉവന്നക്ഷരമെഴുതുമ്പോൾ ഉണർന്നിരിക്കേണം. അക്ഷരമെഴുതുമ്പോൾ അംബുജവദനം തിളങ്ങണം. ആയെന്നക്ഷരമെഴുതി പഠിച്ച് അഹങ്കരിക്കരുതൊരിക്കലും. എറണാകുളം തിരുവാങ്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ചിത്രകലാധ്യാപകനായിരുന്ന വിജയൻ മാഷ് അന്ന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും സഹാധ്യാപകനുമായ സുകുമാരൻ കാഞ്ഞിരമറ്റത്തിൻ്റെ പ്രചോദനത്തിലാണ് വരയും നാട്ടുമൊഴിയും എന്ന പരിപാടി തുടങ്ങിയത്. ഇപ്പോഴത് 2050 വേദികൾ പിന്നിട്ടിരിക്കുന്നു. പാണന്മാർ പാടിയിരുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ട് പലതരത്തിലാണ്. ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ പാടുന്ന പാട്ടെന്ന് പറയുന്നത് ചിത്രാപുരത്ത് തിരുവരങ്കൻ വന്നതപ്പടിച്ചു താളമുത്തേ മെയ്യോടെ മെയ്യകന്ന് എന്ന് പറഞ്ഞാണ് ആ പാട്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പരമശിവൻ ഭിക്ഷാടനത്തിന് പോയിട്ട് അങ്ങനെ ഒരു ചരിത്രം പറയുന്നുണ്ട്. പരമശിവനും മഹാവിഷ്ണുവും തമ്മിൽ ചൂത് പൊരുതിയപ്പോൾ മഹാവിഷ്ണു ഓരോ കളിക്കും ജയിക്കുകയും പരമശിവൻ തോൽക്കുകയും ചെയ്തു. അങ്ങനെ തോറ്റപ്പോൾ അത് മോഹാത്സ്യപ്പെട്ട് വെൺകൊറ്റക്കുടയ്ക്ക് കീഴെ കൈലാസപർവ്വതത്തിൽ അദ്ദേഹം വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ ഉണർത്താനായിട്ട് പരമശിവനെ ഉണർത്താനായിട്ട് ഇനി എന്താണ് ഒരു മാർഗം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തിരുവഞ്ചാപുരത്തുള്ള തിരുവരങ്കത്തഴും പാണനാരെ ചെന്ന് കണ്ടുമുട്ടിയാൽ അദ്ദേഹം ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നു. തൃപ്പൂണിത്തുറ RLVയിൽ നിന്ന് ചിത്രകലാ പഠനം, തുടർന്ന് ബാലെ, നാടകം, ചെണ്ട, ശാസ്താംപാട്ട്, അങ്ങനെ സഞ്ചാരം കലകളിൽ നിന്ന് കലകളിലേക്ക് തുടർന്നതോടെ വിജയൻ മാഷ് സത്കലാ വിജയൻ മാഷായി. വിവിധ കലകളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ ചിത്രകല പഠിച്ചത് തൃപ്പൂണിത്തുറ RLV അക്കാഡമിയിലാണ് ചിത്രകല പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായത്. അപ്പോൾ അതിനുശേഷം ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ ബാലെ, നാടകം ഇതിലൊക്കെ അഭിനയിക്കാനും ചെണ്ട വായിക്കാനും അതുപോലെ തന്നെ കർട്ടൻ സെറ്റ് വരയ്ക്കാനും എന്ന് വേണ്ട എല്ലാ തുറകളിലും വന്ന് പെടാവുന്ന എല്ലാം പറ്റില്ല, ഞാൻ ചെയ്യില്ല, എനിക്കറിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. അച്ഛൻ MK ഗോവിന്ദനാശാനിൽ നിന്ന് ചെണ്ടവാദ്യത്തിൻ്റെ ഹരിശ്രീ പഠിച്ചു. അദ്ദേഹത്തിന് ചെണ്ട പഠിച്ചത് ഗുരുശിഷ്യ ബന്ധമില്ലാതെ കേട്ടുകേൾവി കൊണ്ട് മാത്രം ചെണ്ട പഠിച്ച് അരങ്ങത്ത് കുറിക്കുകയും അതുപോലെ തന്നെ ധാരാളം ശിക്ഷണങ്ങൾ ഉണ്ടാവുകയും ഇപ്പോഴും അച്ഛനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അച്ഛൻ ചെണ്ട വായിക്കുമ്പോൾ അടുത്ത് അകലെയുള്ള ആൾക്കാർ പറയും അത് കൊച്ചു ഗോവിന്ദനാശാനാണ് ആ ചെണ്ട കൊട്ടുന്നതും ഭരിക്കുന്നതും, അത് അതിന് ഈച്ചക്കാലിന് കേടില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പ്രകൃതിയുമായും കൃഷിയുമായും ഗ്രാമീണ ജീവിതത്തിൻ്റെ ഗൃഹാതുരമായ ആഴങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന സത്കലാ വിജയൻ്റെ കളരികൾ ഒരു തരത്തിൽ സമാന്തരമായ ഒരു പാഠ്യപദ്ധതിയാണ്. വാദ്യോപകരണങ്ങളിൽ അധികവും തുകൽവാദ്യങ്ങളാണ്. ചെണ്ട, ഇടയ്ക്ക, തുടി, ഉടുക്ക്, ഗഞ്ചിറ, പിന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മറ്റു വാദ്യോപകരണങ്ങളും. ഞാൻ ഓരോ വാദ്യങ്ങൾ ഓരോരുത്തർ വായിക്കുമ്പോഴും ഉണ്ടാക്കുന്നത് കാണുമ്പോഴും ഒക്കെ അത് ഞാൻ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാവുൽ എന്നൊക്കെ പറയുന്ന ഉപകരണമൊക്കെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ എനിക്കിതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ സർപ്പം പാട്ടിനൊക്കെ ഇത് ഉപയോഗിക്കാം. ഒരല ഓരല ഒരു തോലപ്പാമ്പേ, ഒരല ഓരല ഒരു തോലപ്പാമ്പേ, രണ്ടു തലയുള്ള പാമ്പു രണ്ടു തലമണി നാഗം, രണ്ടു തലയുള്ള പാമ്പു രണ്ടു തലമണി നാഗം, മൂന്നു തലയുള്ള പാമ്പോ മുക്കോലപ്പാമ്പേ, നാലു തലയുള്ള പാമ്പോ നിലവറ നാഗങ്ങളെ, പാമ്പുമേ കാടും നല്ലോ രാമേടക്കാവേ, പാമ്പുമേ കാടും നല്ലോ രാമേടക്കാവേ. സമൃദ്ധമായ വയലുകളുടെ പശ്ചാത്തലമുണ്ടായിരുന്ന നമ്മുടെ നാട്ടിലെ പുതുതലമുറയ്ക്ക് ഇന്ന് നെൽകൃഷി പോലും അടുത്തറിയാൻ കഴിയുന്നില്ല. അക്കാലങ്ങളിലെ ജീവിത സാഹചര്യങ്ങൾ, ജന്മികളും കർഷകരും തമ്മിലുള്ള ബന്ധങ്ങൾ, ജീവിത സമരങ്ങൾ, പട്ടിണി, പ്രണയം, ഈ നൊമ്പരങ്ങളെല്ലാം നാടൻപാട്ടിലെ വരികളിൽ നിറയുന്നു.
എരേരി എരേ ഇരക എരരിയരോ എരേരി എരേ ഇരക എരരിയരോ എരേരി എരേ ഇരക എരരിയരോ എന്നല തൊപ്പനം കണ്ടപ്പോ തൊപ്പനം കണ്ടേ ചാവേറി നോവിനെല്ലാം നാവുമുളച്ചന്നേ പണി ചേർന്നൊരാനയെ കൊന്നേ. തമ്പുരാനോട് പറയാണ്, തമ്പുരാനെ ഒരു ആനയെ കൊല്ലാൻ കുറച്ച് ഉറുമ്പുകൾ, ഇത് ഈ നിലത്തൂടെ പോകുന്ന ഉറുമ്പുകൾ മതി ഈ ആനയെ കൊല്ലാൻ. അതേപോലെ ഞങ്ങളൊരു 4-5 പേര് മതി തമ്പുരാനെ വകവരുത്താനും. അത് ഡയറക്റ്റായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. താളങ്ങൾ 5 തരം താളങ്ങൾ വായിക്കുന്നുണ്ട്. രാഗം 2-3 രാഗങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതാരും ഈ പാട്ടുകാർ കണ്ടുപിടിച്ചതല്ല. അതായത് അധകൃത വർഗ്ഗക്കാരുടെ പണിയെടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന നൊമ്പരങ്ങൾ മറക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അന്നേരം അവരുടെ വായിൽ തോന്നിയ വായുമൊഴി പാട്ടുകളാണ് നാടൻ പാട്ടുകളായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. കിലുങ്കേ കിലുങ്കേ കിലു കിലുങ്കേ കിലുകില തരി വള്ള ചിലങ്ക കിലു കടി പെണ്ണേ മാലേ വായോ വായോ ഹൊയ്യാരേ ഹൊയ്യ അടം പറഞ്ഞിട്ടു നീ എന്താ പെണ്ണേ വാടിത്തളർന്നു മുഖം കുനിക്കുന്നു എന്നിട്ടു മന്തി മയങ്ങണ നേരം തുങ്ങി പതുങ്ങി വരാൻ കൊതിക്കണതെന്തേ മാലേ വായോ വായോ ഹൊയ്യാരേ ഹൊയ്യാ. വാദ്യോപകരണങ്ങൾ സ്വയം ഉണ്ടാക്കിയും വായിച്ചും മറ്റാരുടെയും സഹായമില്ലാതെയാണ് സത്കലാ വിജയൻ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരൊക്കെ സമയത്ത് വരികയും പ്രോഗ്രാം ചെയ്യുന്നതിനൊക്കെ വിമുഖത കാണിക്കുകയും ചെയ്തപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുക ചെയ്ത്. അപ്പോൾ താളങ്ങൾ ഞാൻ ഇതിനകത്ത് കൊട്ടും, വായിക്കുന്നത് ഇതിനകത്ത് വായിക്കും, പാടുന്നത് വായിക്കും, കൊട്ടുന്നതും വരയ്ക്കുന്നതെല്ലാം ഞാൻ തന്നെ. അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്പോൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. 8:30-ക്ക് പ്രോഗ്രാം തുടങ്ങണമെന്ന് പറഞ്ഞാൽ 8 മണിക്ക് ഞാൻ അവിടെ ഹാജരാണ്. മറ്റുള്ളവരങ്ങനെയല്ല, നമ്മുടെ യവനികയിൽ അയ്യപ്പൻ വരണത് പോലെ വളരെ വൈകിയേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരെയൊക്കെ ഞാൻ തള്ളിക്കളയുക ചെയ്ത്. ഇതോടൊപ്പം കേരളത്തിൻ്റെ പഴയകാല ജീവിതം കോറിയിട്ട 100-ലധികം ചിത്രങ്ങൾ. ചിത്രകല പഠിക്കാനും ഇവിടേക്ക് ധാരാളം കുട്ടികൾ എത്തുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ കുതിപ്പിന് ശേഷമുണ്ടായ മാറ്റങ്ങളിലൂടെ മറഞ്ഞുപോയ പഴയകാല സാമൂഹിക ജീവിതത്തിലെ വിവിധ തൊഴിലുകൾ, മനുഷ്യബന്ധങ്ങൾ എല്ലാം ഈ ചിത്രങ്ങളിലുണ്ട്. കിഴക്ക് വെള്ളകീറുമ്പോൾ പണിക്കിറങ്ങുന്ന കാലത്തെ കണ്ടം കീറലും കാളപൂട്ടലും വിത്തുവിതയ്ക്കലും ഈ വരികളിലും താളത്തിലുമുണ്ട്. കിഴക്കു വെള്ളാപ്പു കീറിയ നേരത്തുമെയ്യ പോലെ ഈ പാടത്തിറങ്ങി കണ്ണമ്മ ചക്കിയും കാളി കുറുമ്പയും വളവനും ദേവനും വിത്താരിയും മുട്ടോളമെത്തിയ ഞാറുകൾ താത്തി തിരകണു ചങ്ങാതിമാർ പുഞ്ചപ്പാടത്തെ പൊക്ക വരമ്പത്ത് പൂ പോലെ നിക്കണ കൊച്ചു തമ്പ്രാൻ എണ്ണ കറുപ്പുള്ള പെമ്പിളമാരുടെ ചെറുതെറിച്ചൊരു മാറുകണ്ട് മുറുക്കി ചോപ്പിച്ചു നീട്ടി തൊപ്പിയ കൊച്ചമ്പ്രാനു തന്തോയം വന്നേ കൊച്ചമ്പ്രാനു തന്തോയം വന്നേ. ലളിതകലാ അക്കാദമി ഫെലോഷിപ്പ്, ഡോക്ടർ BR അംബേദ്കർ അവാർഡ്, കേരള കലാമന്ദിരം പുരസ്കാരം എന്നിങ്ങനെ പല പുരസ്കാരങ്ങളും സത്കലാ വിജയൻ മാഷിനെ തേടിയെത്തി. ചിത്രകലയിൽ എനിക്ക് ഡോക്ടർ BR അംബേദ്കർ അവാർഡ്, പിന്നെ കേരള ലളിതകലാ അക്കാദമി ഫെലോഷിപ്പ്, അതുപോലെ തന്നെ തിരുവനന്തപുരം വെൽഫെയർ അവാർഡ്, അതുകൂടാതെ മുൻ കേരള ഗവർണർ ശ്രീമതി ജ്യോതി വെങ്കിടാചലം അവാർഡ്, പിന്നെ ഒറീസയിൽ നാടൻ പാട്ടിന് കേരള കലാമന്ദിരം അവാർഡ്, പിന്നെ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് മലയാള പുരസ്കാരം, ബഹുമുഖ പ്രതിഭയ്ക്കുള്ള മലയാള പുരസ്കാരം, പിന്നെ അതുകൂടാതെ ധാരാളം ചെറിയ ചെറിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയെ അമിതമായി വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് അവരെ കൂടുതൽ അകറ്റുന്നു. വാക്കും വരയും മൊഴിയും വഴി മാതൃഭാഷയുടെ തനത് സൗന്ദര്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകി പ്രകൃതിയുമായുള്ള ആ പഴയ ബന്ധം പുനരുജ്ജീവിപ്പിക്കാനാണ് സത്കലാ വിജയൻ മാഷിന്റെ ശ്രമം. 100 താറാവ് ആറിന്റെ തീരത്ത് ഒറ്റക്കാല് നിന്നാൽ എത്ര കാല്, 100 താറാവ് ആറിന്റെ തീരത്ത് ഒറ്റക്കാല് നിന്നാൽ എത്ര കാല്, 90 പെണ്ണുങ്ങൾ ഉണ്ണാനിരുന്നപ്പോൾ കണ്ണോടു കണ്ണു നോക്കിയാൽ എത്ര കണ്ണ്, 80 കൊമ്പനാന തിടം വെറ്റി നിന്നപ്പോൾ മുമ്പിലിട്ടാട്ടണതെത്ര കൊമ്പ്.